പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ലിസാനുൽ ഖുർആന് കാക്കൊല്ല പരീക്ഷയ്ക്ക് 4 പാഠങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ പുതിയ പുസ്തകത്തിന് ആദ്യമായി നിങ്ങൾക്ക് വരുന്നത് 6ാം ക്ലാസ്സിലാണ്. നിങ്ങൾ 5ാം ക്ലാസ് വരെ പഴയ പുസ്തകമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും, ഈ പുസ്തകം എങ്ങനെ ചോദ്യം വരിക, പിന്നെ എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 1ാം പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അൽ കഅബത്തു ഖിബ്ലത്തുന. 4 പാഠമാണ് പരീക്ഷയ്ക്കുള്ളത്. 1ാമത്തെ പാഠം നമ്മൾ നോക്കാൻ പോവാണ്. അൽ കഅബത്തു ഖിബ്ലത്തുന. കഅബ നമ്മുടെ ഖിബ്ലയാണ്. കഅബ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന ഇതാണ് കഅബ അല്ലേ, അത് നമ്മുടെ ഖിബ്ലയാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ കളർഫുൾ ആയിട്ടുള്ള വാക്ക് നോക്കുക. ഇതെന്താ ചോദിക്കുക? ഹാദ. ഇത് അൽ ബൈത്ത, ഹാദൽ ബൈത്ത. ഇതോ ഹാദ ബൈത്തു അല്ലേ. ഇപ്പം എന്താ മാറ്റം വന്നത്? ഈ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഫതഹ് മാറി ഇവിടെ ലമ്മായി അല്ലേ. ഇതിന് മാറ്റമൊന്നുമില്ല. ഇനി നോക്കുക, ഹാദൽ ബൈത്തി. ഇവിടെ എന്താ സംഭവിച്ചത്? അവസാനത്തെ അക്ഷരത്തിന് കെസിറായി, ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മായി, ഇവിടെ എന്തായി? വീണ്ടും കെസിറായി. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇനി അൽ കഅബത്തു കണ്ടോ, ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് ഏതാണ്? ലമ്മാണ്. അപ്പോൾ ഓരോ വാക്കിൻ്റെയും അവസാനത്തെ അക്ഷരമാണ് നിങ്ങൾ ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കളർഫുൾ ആയി തന്നിരിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരുന്നുണ്ടോ, മാറ്റം വരുന്നില്ലേ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ പാഠത്തിലെ കാര്യങ്ങൾ പറയാം. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ? ഹാദ ബൈത്തുല്ലാഹിൽ ഹറാം. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വീടാണ്. യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി ഫി സ്വലവാത്തിഹിം. മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരത്തിൽ എന്തു ചെയ്യുന്നു? ഈ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ഈ വീട്ടിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു ഷരീഫ്. ഈ വീടാണ് എന്താണ്? കഅബ ഷരീഫ്. ഹിയ അവ്വലു ബൈത്തിൻ വുളിയ ലി ഇബാദത്തില്ല. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി ഉണ്ടാക്കിയ വീടാണിത്. അൽ കഅബത്തു ഫി മക്കത്തൽ മുക്കറമ. കഅബ എവിടെയാണുള്ളത്? മക്കയിലാണുള്ളത്. യദ്ഹബുൽ മുസ്ലിമൂന ഇലാ മക്ക. മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോകുന്നത് ലിഅദാഇൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജും ഉംറയും നിർവഹിക്കാനാണ്. വയതൂഫൂന ബിൽ കഅബ. അവർ കഅബയെ വലയം ചെയ്യും. വയസ്ഔന ബൈന സഫാ വൽ മർവ. സഫാ മർവന്റെ ഇടയിൽ അവരെന്ത് ചെയ്യും? സഅയ് ചെയ്യും. ബനാ ഇബ്രാഹിമു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വൈബ്നുഹു മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും എന്ത് ചെയ്തു? ഉണ്ടാക്കി. എന്ത്? അൽ കഅബ. കഅബ ഉണ്ടാക്കി. വഹുമാ യഖൂലാനി. അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്നവർ പറഞ്ഞു. ഇനി നോക്കുക, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് ഈ പേജിൽ പറയുന്നുണ്ട്. 1ാമത്തെ നോക്കുക, ഹാദൽ ബൈത്തു ഹുവൽ കഅബ. ഹാദൽ ബൈത്ത, ഹാദൽ ബൈത്തി. അൽ കഅബത്തു, അൽ കഅബത്ത, അൽ കഅബത്തി. അപ്പൊ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരുന്ന വാക്ക് ഏതാണ്? ബൈത്തു, ബൈത്ത, ബൈത്തി. കഅബത്തു, കഅബത്ത, കഅബത്തി. ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അവസാനത്തെ അക്ഷരത്തിന് മാറ്റമില്ലാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സാധനം ഏതാ? ഹാദ, ഹാദ, ഹാദ. കണ്ടോ, എന്ത് വന്നാലും ആ ഹാദക്കൊരു മാറ്റമില്ല. അപ്പൊ അറബിയിൽ ചില വാക്കുകൾക്ക് അവസാനത്തിൽ എന്താവൂല? മാറ്റം വരൂല. അതിനാണ് മബ്നി എന്ന് പറയാം. നമ്മൾ എന്ത് പറഞ്ഞാലും ഓനൊരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ പറയില്ലേ. ഓനൊരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആളാണ് നമ്മൾ പറയും അല്ലേ. കാരണം എന്താ? എന്ത് സംഭവിച്ചാലും ഓനൊരു കുഴപ്പമില്ല. അതേപോലെ ഈ ഹാദക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്ത് സംഭവിച്ചാലും എവിടെ വന്നാലും ഹാദ, ഹാദ തന്നെ പറയുള്ളൂ. എന്നാൽ ബൈത്ത അങ്ങനല്ല. ഓരോരുത്ത് ബൈത്തു, ഓരോരുത്ത് ബൈത്ത, ഓരോരുത്ത് ബൈത്തി. അവസാനത്തിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റം വരുന്നതിനാണ് എന്ത് പറയുക? മുഅറബ് എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ് മുഅറബ്, എന്താണ് മബ്നി, അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. പിന്നെ നിങ്ങൾ ഉദാഹരണങ്ങൾ നന്നായി മനസ്സിലാക്കുക. നോക്കുക, ഇവിടെ നോക്കുക. അംസിലത്തുല്ലിൽ മുഅറബി, അഥവാ മുഅറബിനിക്കുള്ള അഥവാ മാറ്റം വരുന്നത്. മുഅറബ് പറഞ്ഞാൽ മാറ്റം വരുന്നത്, മബ്നി പറഞ്ഞാൽ മാറ്റം വരാത്തത്. അപ്പോൾ മാറ്റം വരുന്നതിനുള്ള ഉദാഹരണങ്ങൾ: കിതാബുൻ, ത്വാലിബുൻ, ബഖറത്തുൻ, ഷജറത്തുൻ. ഇതൊക്കെ മാറ്റം വരും. അത് എപ്പോഴാണ് മാറ്റം വരിക? അതിൻ്റെ ബാക്കിൽ പല പണികൾ എടുക്കുമ്പോഴാണ് മാറ്റം വരിക. ഇതൊക്കെ എന്താണ്? ഇസ്മുകളാണ്. അടുത്ത് യദ്ഹബു, തക്തുബു, നജ്ലിസു, അഖറഉ. ഇതൊക്കെ മുദാരിയായ ഫീലാണ്. അതാണ് അൽ ഫീലുൽ മുദാരി. ഇതൊക്കെ എന്താണ്? മുഅറബാണ്.
ഇനി മബിനി അഥവാ ഒരിക്കലും മാറ്റം വരൂല. നമ്മൾ മലപ്പുറം ഭാഷ പറയും കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്ന് പറയും. അതായത് എന്ത് സംഭവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാരാ? ഹുവ ഹിയ അന്ത നഹനു. അതായത് ലമീറുകളൊക്കെ ഹുവ ഹുമാ ഹും അന്ത അന്തുമാ നമ്മൾ പഠിച്ചില്ലേ? അതന്നെ ലമീറുകൾ മുഴുവൻ എന്താണ്? ഒരു മാറ്റമില്ല, പാറയാണ്. മൻ ഹല്ല് കൈഫ ഐന ഇതൊക്കെ പാറകളാണ്. ഹാദിഹി ഹാദ ഹാദിഹി ദാലിക്ക തിൽക്ക എപ്പോഴും ഹാദാന്ന് തന്നെ പറയുള്ളൂ. ഹാദ ഹാദ. അത് ഹാദിഹി ആണെങ്കിൽ ഹാദി ഹാദി എന്ന് തന്നെ പറയുള്ളൂ. ദാലിക്ക തിൽക്ക ഒരു മാറ്റം വരൂല. അപ്പോൾ അതാണ് അസ്മാഉൽ ഇഷാറ. പിന്നെ ഹുറൂഫുകൾ അക്ഷരങ്ങൾ ഏതാ? ഫി, മിന്ന്, ല, ഇന്ന ഇതൊക്കെ എന്താണ്? അക്ഷരങ്ങളാണ്. പിന്നെ മാലിയായ ഫീല് അംർ ഫീലും ഫഅല ഫഅലു ഇഫ് അൽ ഇഫ് അലി. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തന്നിട്ട് ഒരു ചോദ്യം തന്നിട്ട് ആ ചോദ്യത്തിൽ മുഅറബും മബ്നിയും വേർതിരിച്ചു വരാൻ പറയും. അപ്പം നിങ്ങൾ നോക്കേണ്ടത് അതിൽ ഈ സംഗതികൾ ഉണ്ടോ നോക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹുവ ഹിയ അന്ത അങ്ങനത്തെ സംഗതികൾ ഉണ്ടോ നോക്കുക. നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്താണ്? അത് പാറയാണ്, മബ്നിയാണ്. മന്ന് ഹല്ല് കൈഫ ഹാദ ഹാദി ഇതുണ്ടെങ്കിൽ അതെന്താണ്? അത് ആ സാധനം മബ്നിയാണ്. അപ്പോൾ ബാക്കിയുള്ള എന്തായിരിക്കും? മുഅറബായിരിക്കും. അങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഇത് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഏത് വന്നാലും നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ള, നിങ്ങളിപ്പോൾ പുതിയ കുട്ടികളാണ് അഥവാ ഈ പുതിയ പുസ്തകത്തിനെ ആദ്യമായി കാണുന്നവരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ പുതിയ പുസ്തകത്തിൻ്റെ പ്രത്യേകത എല്ലാ പാഠത്തിലും ചോദ്യോത്തരങ്ങളുണ്ടല്ലോ. ആ ചോദ്യോത്തരങ്ങളുടെ ശൈലി എങ്ങനെയാണ്? അതേ ശൈലിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഇവിടെ എങ്ങനെയാണോ ചോദ്യങ്ങൾ കൊടുത്തത് അതേ ശൈലിയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ നോക്കുക, ദാലിക്ക് മസ്ജിദും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ കൊടുത്തത്? ദാലിക്ക മസ്ജിദുൻ, പിന്നെ ഒഹിബു ദാലിക്കൽ മസ്ജിദ സൊല്ലൈതു ഫി ദാലിക്കൽ മസ്ജിദി. കണ്ടോ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ മസ്ജിദുൻ, മസ്ജിദ, മസ്ജിദി മൂന്ന് വ്യത്യാസം. എന്നാൽ ദാലിക്ക എപ്പോഴും ദാലിക്ക തന്നെ. ദാലിക്ക എല്ലായിടത്തും ദാലിക്ക തന്നെ. മൂപ്പർക്ക് യാതൊരു മാറ്റമില്ല. അപ്പോൾ ഏതാ ഇതിലും മബ്നി? ദാലിക്കാണ് മബ്നി. മറ്റേത് മുഅറബാണ്. ഓക്കെ. ഇനി ഇതിൽ ഒഹിബുണ്ട്. ഒഹിബു എന്താണ്? മുഅറബാണ്. അത് മുദാരിയായ ഫീലാണ്. സ്വല്ലൈത്തു മാലിയാണ്. ഇനി ഫീ ഉണ്ട്. ഫീ അക്ഷരാണ്. അക്ഷരം എന്താണ്? മബ്നി. എല്ലാ അക്ഷരങ്ങളും മബ്നിയാട്ടോ, അത് ഉറപ്പിച്ചോളൂ. അക്ഷരങ്ങൾ വന്നാലൊക്കെ മബ്നിയാണ്. ഇനി ഇതേപോലെ ഇവിടെ ചെയ്യാനാണ്. തിൽക്ക മക്തബത്തുൻ, പിന്നെ ഒഹിബു ഇവിടെ എന്താ കൊടുക്കേണ്ടത്? തിൽക്ക കൊടുക്കേണ്ടത്. അപ്പോൾ ഒഹിബു തിൽക്കൽ മക്തബത്ത. തിൽക്കക്ക് മാറ്റില്ല, തിൽക്ക അതേപോലെ കോപ്പി അടിച്ച് എഴുതിയാൽ മതി. ദഹബ്തു ഇലാ തിൽക്കൽ മക്തബത്തി. ഇവിടെ എന്ത് വരും? കസിർ വരും. ഇവിടെ കസിറ വരിക. പിന്നെ ഇവിടെ പിന്നെ തിൽക്ക എഴുതാനാണ്. പിന്നെ ഇവിടെ എന്താ? തിൽക്ക മക്തബത്തുൻ. ഇവിടെ ലമ്മ വരിക. എന്താ ലമ്മ വരാനുള്ള കാരണം? ഇതെന്താണ്? അത് മക്തബയാണെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ലമ്മ വരിക. ഇനി മഫ്ഊലായിട്ട് വരും. ഇവിടെ നെസ്ബ, ഇവിടെ പ്രശ്നമില്ല. ഇനി ഇവിടെ നോക്കാം. ദഹബ്തു ഇലാ തിൽക്കൽ മക്തബത്തി. ഇവിടെ എന്താ കസിർ വരാൻ കാരണം? ഇല വന്നു. മനസ്സിലായോ? ഇല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കസിറ വരിക. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ചോദ്യങ്ങൾ എന്തായാലും ഉറപ്പിച്ചോളൂ, പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് പിന്നെന്താണ്? കഅബ എവിടെയാണ്? അത് എന്താണ്? അറബിയാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും. എന്ത്? നിങ്ങൾക്ക് മലയാളം തന്നിട്ട് അറബിയാക്കാനുള്ളൊരു ചോദ്യം ഈ പാഠത്തുനിന്ന് എന്തായാലും ഉറപ്പിക്കുക കേട്ടോ. ഒരു പക്ഷേ ചിലപ്പോൾ ഇതേ ചോദ്യമായിരിക്കും വരിക, അല്ലെങ്കിൽ പാഠത്തുനിന്ന് വേറെ ഏതെങ്കിലും വാക്കായിരിക്കും വരിക. അതാണ് ഈ പരീക്ഷയുടെ പ്രത്യേകത. അപ്പോൾ കഅബ എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കുക? ഐനൽ കഅബത്തു. കഅബ എവിടെയാണ്? ഇത് എൻ്റെ മദ്രസയാണ്. എങ്ങനെ പറയാ? ഹാദിഹി മദ്രസത്തി. ഹാദിഹി മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസ തന്നെ. എൻ്റെ മദ്രസ എന്ന് പറയാൻ എന്താ പറയാ? അവസാനം യാ കൊടുക്കുക. അപ്പോൾ മദ്രസത്തി, എൻ്റെ മദ്രസയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിഭാഷ എഴുതാൻ അറബി ആക്കാൻ, അല്ലെങ്കിൽ അറബി എന്നിട്ട് മലയാളം എഴുതാൻ എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇനി ബൈത്തുൻ ബുയൂത്തുൻ ഇതെന്താണ്? ജം ആണ്. എന്താ ജം എന്ന് പറഞ്ഞാൽ ഒരു വീടിന് ബൈത്ത് എന്ന് പറയും, കുറേ വീടുകൾക്ക് ബുയൂത്ത് എന്ന് പറയും. സ്വലാത്ത് നിസ്കാരം, സ്വലവാത്ത് നിസ്കാരങ്ങൾ. ഇനി ഇവിടെ നോക്കാം. ഇതൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്, എന്നാലും മനസ്സിലാക്കുക. ഇന്ന ഹാദാ തദ്കിറത്തുൻ ദാലിക്കൽ കിതാബുൽ അറൈബ ഫീഹി. ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? മബ്നിയൻ നക്തശിഫ് മിനൽ കലിമാത്തിൽ മബ്നിയ വനഖത്തു തഹത. മബ്നിയിന്റെ താഴെ വരക്കണം. ഇന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്ന അക്ഷരാണ് അല്ലേ? ഇവിടെ പഠിച്ചില്ലേ ഇന്ന? ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. എവിടെ? ഇതാ ഇന്ന ഫീ മിൻ ല ഇന്ന. കണ്ടോ? അപ്പോൾ ഇന്നുണ്ട്. ഇന്ന എന്താണ്? പാറയാണ്. പിന്നെ ഹാദിഹി നമുക്കറിയാം. ഹാദി നമ്മൾ കണ്ടു, ഇസ്മുൽ ഇഷാറത്താണ്. തദ്കിറത്തുൻ പറ്റൂല, അത് മുഅറബാണ്. ദാലിക, പിന്നെ ലാ, പിന്നെ ഇവിടെ
ഫീഹി. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ മുതാരി. തവജ്ജഹു അർത്ഥം മുന്നിട്ടു, വുളിഅ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് മുഅറബും മബ്നി എന്നുള്ള പാഠം വളരെ സിമ്പിളാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് നന്നായി പഠിക്കുക. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന നഹ്നു എന്ന് പറയുന്ന ആ ലമീറുകൾ, അതുപോലെ മന്ന് ഹല്ല് കൈഫ ഐന, ഇതൊക്കെ മബ്നിയാണ്. ഹാദ ഹാദിഹി ദാലിക തിൽക, പിന്നെ ഫീ മിൻ ലാ ഇന്ന ഫഅല ഫഅലു ഇഫ്അൽ ഇഫലി എന്നൊക്കെ പറഞ്ഞ അമ്രു മാദി, ഇതൊക്കെ എന്താണ് നമ്മൾ മാറ്റം വരാത്ത പാറകളാണെന്ന് ഉറച്ചു വെക്കുക, മനസ്സിലാക്കുക. അപ്പം ഇനി നമ്മൾ രണ്ടാം പാഠം നോക്കിയാലോ. പിന്നെ ലിസാനിലെ രണ്ടാം പാഠം മാ ഹദറ നൗഫലും. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയാം? അതായത് നമ്മൾ മലയാളത്തിൽ പറയും, ഞാൻ നല്ല സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ നല്ല കളിക്കാൻ പോയിട്ടില്ല, പിന്നെ ഞാൻ നല്ല മദ്രസ വന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഇല്ല 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 കുറേ ഇല്ലാ പാട്ട് നമ്മൾ പാടാറുണ്ട് അല്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ നാസ്ത കഴിച്ചിട്ടില്ല, പിന്നെ ഞാൻ ടർഫിൽ പോയിട്ടില്ല. ഇങ്ങനെ കുറേ ഇല്ല എന്ന് നമ്മൾ പറയൽ. ആ ഇല്ല എന്ന് പറയാൻ അറബിയിൽ എന്താ പറയേണ്ടത്? അത് നമ്മൾ പഠിക്കാൻ പോകും. അതിനാണ് തുടക്കത്തിൽ ഈ മാ എന്ന് പറയുന്നത്. മാ എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥം, അല്ലെങ്കിൽ ഇല്ല. മാ ഹദറ നൗഫലും, നൗഫൽ പ്രസന്റ് ആയിട്ടില്ല അതർത്ഥം. അപ്പം നമ്മൾ ഈ കളർഫുൾ ആയത് മാത്രം നോക്കുക. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഹദറ പറഞ്ഞാൽ പ്രസന്റ് ആയി. അപ്പോൾ ഖറജ തുല്ലാബു വിദ്യാർത്ഥികൾ പുറപ്പെട്ടു, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, മുബക്കിരീന നേരത്തെ രാവിലെ, ഹദറ ജമീഉ തുല്ലാബ് എല്ലാ വിദ്യാർത്ഥികളും എന്തായി? പ്രസന്റ് ആയി. ലാക്കിൻ പക്ഷേ മാ ഹലറ നൗഫൽ എന്തായിട്ടില്ല? നൗഫൽ പ്രസന്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടോ മാ ഹലറ എന്താ അർത്ഥം? പ്രസന്റ് ആയിട്ടില്ല. മാ ഹലറ. ഇനി അടുത്ത് വസല എന്താ? എത്തിച്ചേർന്നു. സഅല ചോദിച്ചു. അപ്പോൾ വസലൽ ഉസ്താദ് ചോദിച്ചു, ഇല്ല സഫി അല്ല ഉസ്താദ് എന്ത് ചെയ്തു? എത്തിച്ചേർന്നു, ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നു. വസല്ലം അലൈഹിം, ക്ലാസ്സിൽ എത്തിച്ചേർന്ന പിന്നെ എന്താ സലാം പറയില്ലേ? അതന്നെ സലാം പറഞ്ഞു. വസാലും അവരോട് ചോദിച്ചു കൈഫ ഹാലുക്കും. അപ്പോൾ അവരെന്താ പറഞ്ഞ്? ജാബൽ ജമീഉ സൈൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഹൽ കതബ്തും അൽ വാജിബാത്തിൽ മൻസിലിയ, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? അപ്പോൾ എഴുതിയോ എന്നാ ചോദിക്കണേ. കതബ്തും, നിങ്ങൾ എഴുതിയോ? കതബ്തും. അപ്പോൾ ഞങ്ങൾ എഴുതിയെന്ന് എങ്ങനെ അറബി പറയാ? കതബ്ന, കതബ്തും കതബ്ന, കതബ്തും കതബ്ന. കതബ്ന പറഞ്ഞാൽ ഞങ്ങൾ എഴുതി. അടുത്ത് അപ്പോൾ ഒരു കുട്ടി ഇഹ്സാൻ പറഞ്ഞ കുട്ടി പറഞ്ഞ മാ കതബ്തു യാ ഉസ്താദി. കണ്ടോ എന്താ അതിൻ്റെ അർത്ഥം? മാ വന്നു, എന്താ അർത്ഥം? എഴുതിയിട്ടില്ല. മാ കതബ്തു, ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഉസ്താദ് ചോദിക്കാം, എന്നാ പിന്നെ എന്താ ചോദിക്കുക ഉസ്താദ്? എന്തുകൊണ്ട്? ലിമ, വൈ. അപ്പോൾ കുട്ടി പറയാം മാ ഹദർതു അംസി, ഞാൻ ഇന്നലെ വന്നിട്ടില്ല ഉസ്താദേ. അസ്വാബത്തിനിൽ ഹുമ്മ, എനിക്ക് പനി പിടിച്ചു ഉസ്താദേ. സക്തുബ് ഇൻഷാ അല്ലാഹ് ഞാൻ എഴുതും. ത്വയ്യിബ് ബാറകല്ലാഹു ഫീക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. നോക്കാം, ഇവിടെ കണ്ടോ ഖറജത്തു. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് ഖറജ തുല്ലാബു, എന്താ അർത്ഥം? വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. മാ ഹദറ നൗഫല് പോയിട്ടില്ല. ഇവിടെ കണ്ടോ മുസ്ബത്ത് മൻഫി, അതായത് ഈ മാ ഉള്ളതിന് മൻഫി എന്നാ പറയാം. കണ്ട എളുപ്പമുണ്ട്. മുസ്ബത്ത് അല്ല മൻഫി പറഞ്ഞാൽ മാ ഉള്ളത്, മുസ്ബത്ത് പറഞ്ഞാലോ മാ ഇല്ലാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വരുന്നത് ഏതിനാണ്? മൻഫിക്കാണ്. ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് അർത്ഥം വരുന്നത് തന്നെ മുസ്ബത്തിനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പുറപ്പെട്ടു, അപ്പോൾ എന്താണ്? മുസ്ബത്താണ്. എല്ലാവരും ഹാദറായി, മുസ്ബത്താണ്. ഉസ്താദ് എത്തിച്ചേർന്നു, ഹാദറാണ്, മുസ്ബത്താണ്. ഇനി ഇവിടെ നോക്കുക, നൗഫൽ വന്നിട്ടില്ല, നൗഫൽ പ്രസന്റ് അല്ല, മൻഫിയാണ്. ഞാൻ എഴുതിയിട്ടില്ല, മൻഫിയാണ്. മാ ഹദർത്തു, ഞാൻ പ്രസന്റ് ആയിട്ടില്ല. കണ്ടോ? അപ്പോൾ അതൊക്കെ മൻഫിയാണ്. അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ മാ വരുന്നത് മൻഫിയാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇത് കാണാൻ പഠിക്കണം. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതായിരിക്കും, ഇത് നിർബന്ധമായി കാണാൻ പഠിക്കണം. എന്താണ്? ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന ഫഅൽതു. എന്താ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഫഅല എന്ന് പറഞ്ഞാൽ പണിയെടുത്തു എന്നർത്ഥം, ചെയ്തു എന്നർത്ഥം. ഒരാൾ ഒരു വർക്ക് ചെയ്തു, അതിനാണ് ഫഅല എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തിനെങ്ങനെ കുറേ ഫഅല എന്ന് പറയണത് എന്തിനാ? അതായത് ഇവിടെ നമ്മൾ ഒരാൾ ചെയ്തു എന്ന് പറയാൻ ഫഅല എന്ന് പറയണം, രണ്ടാൾ ചെയ്തു എന്ന് പറയാൻ ഫഅല എന്ന് പറയണം, കുറേ ആളുകൾ ചെയ്തു എന്നാണെങ്കിൽ ഫഅലു. ഇനി ഒരു പെണ്ണ് ചെയ്തു എന്നാണെങ്കിൽ ഫഅല പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? ഫഅലത്ത് പറയാൻ പറ്റുള്ളൂ. പെണ്ണാവുമ്പോൾ കുറച്ച് അധികം ഉണ്ട്, എന്താണ്? താവ് കൂടും. പിന്നെ രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഫഅലത്ത, കുറേ പെണ്ണുങ്ങളാണെങ്കിൽ ഫഅൽന. കണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ എന്നാ പിന്നെ ഇതുപോലെ പിന്നെ എന്തിനാ ഫഅൽത്ത? ഇതെന്തിനാ? അതുണ്ട്. അതെന്തിനാണ്? നീ ചെയ്തു എന്ന് പറയണം. നീ ചെയ്തു, അല്ലെ നീ പോയി അല്ലെങ്കിൽ നീ വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുക? ഫഅൽത്ത. ഇവിടെ കണ്ട തായിന് ഫത്ത വന്നു. നീ എന്ന് പറയുമ്പോൾ എന്താവും? തായിന് ഫത്ത വരും, ഫഅൽത്ത.
പിന്നെ നിങ്ങൾ രണ്ടാളാകുമ്പോൾ ഫാൽത്തുമ, പിന്നെ നിങ്ങൾ കുറേ ആളാകുമ്പോൾ ഫാൽത്തും. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഏത് ഫായലത്ത്, ഫായലത്ത, ഫായലിന, ഇവിടെ ഉണ്ടല്ലോ താവ്. ഇവിടെ താവുള്ളെങ്കിലും പക്ഷെ പെണ്ണിനെ ഉപയോഗിക്കണം. ഇവിടെ ആണുങ്ങൾക്കും ഫായലത്ത താ ഉപയോഗിക്കും. മനസ്സിലായോ? ഇവിടെ ഈ താ എന്ന് വരുമ്പോൾ എന്താ അർത്ഥം വരിക? നീ എന്നുള്ള അർത്ഥം വരും. ഫാൽത്ത, ഫാൽത്തുമ, ഫാൽത്തും. ഇനി ഇവിടെ നോക്കാം, ഫാൽത്തി നീ ഒരു സ്ത്രീ ചെയ്തു, ഫാൽത്തുമ നിങ്ങൾ കൊണ്ടുവരുന്ന സ്ത്രീകൾ, 2 സ്ത്രീകൾ, ഫാൽത്തുനെ നിങ്ങൾ കുറെ സ്ത്രീകൾ ചെയ്തു. ഇനി ഞാൻ ചെയ്തു എന്ന് എങ്ങനെ പറയാം? ഫാൽത്തു, ഫാൽന ഞങ്ങൾ ചെയ്തു. ഇനി നോക്കേണ്ടത് അറിയാം, ഇതേ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റാനാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഏത് വാക്ക് കിട്ടിയാലും നിങ്ങൾ ഈ ഫോർമാറ്റിൽ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കതബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി അല്ലെ? കതബ എഴുതി. അപ്പൊ ഞാൻ എഴുതി എന്നുള്ളതിന് എന്താ ചെയ്യേണ്ടത്? കതബൻ എന്ത് ചെയ്താൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അതിൽ നമ്മൾ ഈ കോളം നോക്കുക. ഈ കോളത്തിൽ ഞാൻ ചെയ്തു എന്നുള്ളതിന് ഏതാ ഉപയോഗിച്ചില്ല? ലാസ്റ്റത്തെ എൻ്റെ മുകളിലുള്ള ഫയൽത്തു അല്ലേ? ഫയൽത്തു പറഞ്ഞാൽ എന്താ? ഫയൽത്തു പറഞ്ഞാൽ ഞാൻ ചെയ്തു. അപ്പൊ ഈ കതബയിലേക്ക് താവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഭാവിന് സുക്കൂൻ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക, കതബ്തു. അപ്പൊ എന്താ അർത്ഥം? ഞാൻ ചെയ്തു. കണ്ടോ? എളുപ്പമുണ്ട്. നീ ഏത് വാക്കെടുത്താലും ഇങ്ങനെ തന്നെ. ഇപ്പൊ നസറ, നസർത്തു ഞാൻ സഹായിച്ചു. ഇനി പിന്നെ എന്താണ്? അടിച്ചു എന്നുള്ളതിന് എന്താ പറയാ? ലറബ. അപ്പോൾ ഞാൻ അടിച്ചു എന്ന് എങ്ങനെ പറയാം? ലറബത്തു. മനസ്സിലായോ? എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഇതേ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അതേ അർത്ഥം വരും. കതബ എഴുതി, അവൻ്റെ ഒരാൾ എഴുതി, കതബ 2 ആൾ എഴുതി. അപ്പോൾ ഇത് ഇതേപോലെ ഇത് കതബ, കതബ, കതബു, കതബത്ത്, കതബത്ത, കതബിന, കതബ്ത, കതബ്തുമ, കതബ്തും, കതബ്തി, കതബ്തുമ, കതബ്തുന്ന, കതബ്തു, കതബ്ന. ഇനി ഇത് കാണാതെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതൊക്കെ മുസ്ബത്താണ് മനസ്സിലായി, കാരണം തുടക്കത്തിൽ മാലില്ലല്ലോ. ഇനി എഴുതിയിട്ടില്ല എന്ന് പറയണം. അവനൊരാൾ എഴുതിയിട്ടില്ല എന്ന്. അപ്പം മാഫാല. കണ്ടോ? ഇത് പഠിച്ച ആളുകൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിന് പഠിക്കണം? എല്ലാത്തിനും മാ കൊടുത്താൽ പോരെ? ഫാല ഫാല എന്നുള്ളടത്ത് മാഫാല, മാഫാല, മാഫാലു. വെരി വെരി സിമ്പിൾ. ഇനി കത്തബയിലേക്ക് മാ കത്തബ എഴുതി. അപ്പം എന്താ അർത്ഥം? എഴുതിയിട്ടില്ല. മാ കത്തബ അവർ 2 ആൾ എഴുതിയിട്ടില്ല. മാ കത്തബ അവർ കുറേ ആൾ എഴുതിയിട്ടില്ല. ഞാൻ സ്പീഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയില്ല. മനസ്സിലാവുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. മാ കത്തബ, മാ കത്തബ, മാ കത്തബു, മാ കത്തബത്ത്, മാ കത്തബത്ത, മാ കത്തബ്ന, മാ കത്തബ്ത, മാ കത്തബ്തു, മാ കത്തബ്തും. അങ്ങനെ ഇത് ഇതപ്പോൾ ഇത് 2 എഴുതാൻ നിങ്ങൾ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതും. ഇനി ഇവിടെ നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പുതിയ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? ചോദ്യത്തിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം ഇത്തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. നോക്കുക, നവഉ അലാമത്ത് വട്ടം. കണ്ടോ? വട്ടം അടയാളം കൊടുക്കാനാണ്. അമാമൽ ഫീലിൽ മുസ്ബത്തി, അതായത് മാ ഇല്ലാത്ത വാക്കിന്റെ മുമ്പിൽ. അലാമത്ത് സ്റ്റാർ അമാമൽ ഫീലിൽ മൻഫി, അതായത് മാ ഉള്ള വാക്കിൽ എന്ത് കൊടുക്കാന്? ഏത് കൊടുക്കാന്? സ്റ്റാറും കൊടുക്കാന്. ഖറജത്തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരീന. നിങ്ങൾ പറയും, ഇത് വട്ടാണോ കൊടുക്കേണ്ടത് അതല്ല സ്റ്റാറാ കൊടുക്കേണ്ടത്? ഇതിൽ തുടക്കത്തിൽ മാ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതാ കൊടുക്കേണ്ടത്? വട്ടം കൊടുക്കണം. മനസ്സിലായോ? അടുത്ത് മാ തറക്ക, മാ വന്നു. അപ്പൊ എന്ത് കൊടുക്കണം? സ്റ്റാർ കൊടുക്കണം. അടുത്ത് ഹലറ ജമീഉ തുല്ലാബി ഫി മജ്ലിസി ദിക്ർ. എന്താണ്? മാ ഉണ്ടോ? ഇല്ല. അപ്പൊ വട്ടം കൊടുക്കണം. അടുത്തത് മാ കതബ, മാ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാർ കൊടുക്കണം. വെരി വെരി സിമ്പിൾ അല്ലേ? അടുത്തത് നുഹവ്വിലുൽ ഫിഅലൽ മാദിയൽ മുസ്ബത്ത ഇലൽ മൻഫി വനക്തുബുഹു കമാ ഫി നമൂദജ്. റജഅ എന്നുള്ള എന്താക്കി? ഇവിടെ മാ കൊടുത്തിട്ട് എഴുതി. അങ്ങനെ നിങ്ങൾ മാ കൊടുത്തിട്ട് എഴുതൂലേ? എന്ത് സിമ്പിൾ അല്ലേ? മാ ഖർജത്തി ത്വാലിബത്തു ഇല സഫ്. അടുത്ത് അൽ വലദാനി അക്കല അൽ മൗസ. ഇതിലൂടെ ഫീല് വലദാനി അല്ല, മാ വലദാനി എന്ന് പറയരുത് കേട്ടോ. ഇവിടെ മാ കൊടുക്കരുതേ, അത് പറ്റൂല. മാ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഫീലല്ല, ഇതൊരു പ്രവൃത്തിയല്ല. ഇവിടെ പ്രവൃത്തി ഏതാണ്? അക്കല എന്നാണ്. അതെങ്ങനെ മനസ്സിലായി? ഇതാ കണ്ടോ? ഫഅല. കണ്ട അവിടെയാണ് കളി, അവിടെയാണ്. അപ്പൊ അക്കല. കണ്ടോ? അക്കല. അപ്പൊ ഇവിടെ കൊടുക്കണ്ട മാ. അപ്പൊ അൽ വലദാനി മാ അക്കല അൽ മൗസ. അടുത്ത അൽ ബനാത്തു ജലസ്ന അലൽ മക്കാദി. അപ്പൊ മൽ ബനാത്തു എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഇതെന്തല്ല? ഫീലല്ല. പിന്നെ ഇതിൽ ഏതാ ഫീല്? അലയാണോ മക്കാദാണോ? അല്ല, ജലസ്നയാണ്. അതെങ്ങനെ മനസ്സിലായി? അത് ഇവിടെ ഫഅൽതു. എവിടെ ഇതാ ഫഅൽന. കണ്ടോ? ഈ ഫോർമാറ്റാണത്. അപ്പൊ ജലസ്ന ഫഅൽന. അപ്പൊ ഇവിടെ കൊടുക്കണ്ട മാ ജലസ്ന. ട്രിക്ക് മനസ്സിലായില്ലേ? ഇനി നോക്കാം. കുനുക്കമിലുൽ ഫറാബിൽ ഫീലിൽ മുനാസിബി മിമ്മ ബൈനുൽ ഖൗസൈനി. പിന്നെ എന്താണ്? ഇവിടെ ഉത്തരണ്ട് യോജിച്ച് ചേർക്കാൻ. അൽ മുജ്തഹിദൂന മാ ഫിൽ ഇംതിഹാനി മാ റസബു റസബിന എന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ട്രിക്ക് പറഞ്ഞുതരാം. അതായത് എന്താണ്? ഇവിടെ വാവും നൂനും കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇവിടെ വാവും നൂനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനം വാവുള്ളത് എടുക്കുക. അവസാനം വാവുള്ള ഏതാ? ഇതാണോ? അപ്പൊ ഇതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ വാവും നൂനുള്ള വാക്ക് വന്നാൽ അവസാനം വാവുള്ള എടുക്കുക. അൽ മുജ്തഹിദൂന റസബു.
അടുത്ത ഇവിടെ ഫാത്തിമ ഉണ്ട്, ഷായ അംസി അല്ലേ. അപ്പോൾ ഫാത്തിമ എന്തായാലും ചായ കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഷെരിബ ഉണ്ട്, ഷെരിബത്തുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, പെണ്ണാവുമ്പോൾ എപ്പോഴും താഴുണ്ടാവും. അപ്പോൾ ഇതിലേതാ താഴുള്ളത്? ഇതാണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അടുത്ത് മാ ഡാഷ് അത്വാലിബു വക്ത ദർസി, ലൈബ ലൈബു. പിന്നെ ഇവിടെ എന്താണ്? ഒരാളെ ഉള്ളൂ. അപ്പോൾ ഏതാ വേണ്ടി? ലൈബ. കുറേ ആളുണ്ടാവുമ്പോഴാണ് എന്ത് വരിക? ലൈബു എന്ന് വരിക. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനം വാവും നൂനും ആണെങ്കിലാണ് വാവുള്ള എടുക്കുക. അപ്പോൾ ഇവിടെ വാവുണ്ട്, പക്ഷെ അവിടെ അവസാനം വാവും നൂനും ഉള്ളതില്ല. അപ്പോൾ ഇവിടെ എന്താ വേണ്ടി? ലൈബ എന്നാ വേണ്ടി. അങ്ങനെയും ട്രിക്ക് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാം മുസരിഫു സർഫാക്കാനാണ്. എങ്ങനെ? നസറ നസറ, നസറു നസറത്ത്, നസറത്ത്, അങ്ങനെ സർഫാക്കാനാണ്. അടുത്ത് മാദഹബ മാദഹബ മാദഹബു, അങ്ങനെ സർഫാക്കാൻ. അടുത്ത് നക്റൗൽ ആയാത്തി താലിയ വനഖുത്തു തഹ്തൽ അഫ്ആലിൽ മാദിയൽ മുസ്ബത്തി വനർസുമു ദായിറത ഹൗലൽ അഫ്ആലിൽ മൻഫിയ. എന്താണ് മുസ്ബത്തായ ഫീല്? മുസ്ബത്ത് പറഞ്ഞാൽ മാ ഇല്ലാത്തത്. മാ ഇല്ലാത്തതിന് എന്ത് ചെയ്യുക? മാ ഇല്ലാത്തതിന് അടിവരിടുക. അപ്പോൾ പറയും ഖലക അല്ലേ. പിന്നെ ഇവിടെ മാ ഇല്ലാത്ത കഴിഞ്ഞോ? റഫ, രണ്ടെണ്ണമാണ് മാ ഇല്ലാത്തത്, അത് അടിവരട്ടു. ഇനി എന്ത് ചെയ്യണം? പിന്നെ വനർസുമു ദായിറത്തൻ ഹൗലൽ അഫ്ആലിൽ മൻഫിയ, മൻഫിയായ ഫീലിൻ്റെ അടുത്ത് വട്ടിടണം. അപ്പോൾ ഏതാ മൻഫിയായ ഫീൽ എന്ന് പറഞ്ഞാൽ മാ ഉള്ളത് ഇവിടെ 80. അപ്പോൾ അവിടെ വട്ടിടുക. പിന്നെ ഇതാ വമാ ഗവ, ഇതാ വമാ ഖതലൂഹു അല്ലേ. കഴിഞ്ഞില്ലേ? ഇനി അർത്ഥം നോക്കുക. ഹലറ ഹാജറായി, വാജിബാത്തുൽ മൻസിലിയ ഹോംവർക്ക്, ഹുമ്മ പനി. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളാണ്. അടുത്ത പാഠം ഇതേപോലെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ്, അഥവാ കഴിഞ്ഞു പോയൊരു കാലത്തിൽ ഞാൻ പോയിട്ടില്ല, ഞാൻ വന്നിട്ടില്ല, എഴുതിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയാണ്. ഇനി ഞാൻ പോകൂല, ഞാൻ എഴുതൂല, വരൂല, ഞാൻ പോകൂല, ഇങ്ങനെയൊക്കെ പറയാനാണ് എന്താ? അതാണ് അടുത്ത പാഠത്ത് പഠിക്കുന്നത്. സമയം കുറേ ആയതുകൊണ്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിട്ട്. അസ്സലാമു അലൈക്കും.